ക്യുസാറ്റ് ക്യാമ്പസിൽ ആഘോഷങ്ങളില്ലാതായിട്ട് 1 വർഷം പിന്നിടുന്നു. 4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് ശേഷം ഒരാഘോഷങ്ങൾക്കും അനുമതി നൽകിയിട്ടില്ല. ഇനിയെങ്കിലും കലാപരിപാടികൾക്കടക്കം അനുമതി നൽകണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. 2023 നവംബർ 25-നായിരുന്നു കുസാറ്റ് ടെക് ഫെസ്റ്റിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 3 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 4 പേർ മരിച്ചത്. ഈ അപകടത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ പാഠ്യേതര പരിപാടികൾക്കൊന്നും ക്യാമ്പസിൽ അനുമതി നൽകിയിട്ടില്ല. ആഘോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നാണ് 1 വർഷമായി ക്യാമ്പസ് പ്രവർത്തിക്കുന്നത്. പഴയതുപോലെ വിദ്യാർത്ഥികളുടെ ആഘോഷ പരിപാടികൾക്കടക്കം അനുമതി ആവശ്യപ്പെട്ട് പലവട്ടം വിദ്യാർത്ഥികളുടെ പ്രതിഷേധമുണ്ടായെങ്കിലും അധികൃതർ വഴങ്ങിയില്ല. ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ ഫെസ്റ്റിവലോ കലാപരിപാടികളോ വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അധികൃതർ. ഇനിയും ഇക്കാര്യത്തിൽ കടുംപിടുത്തം തുടർന്നാൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. അപകടത്തിന് പിന്നാലെ അടച്ചിട്ട ക്യാമ്പസിലെ ഓഡിറ്റോറിയവും പിന്നീട് തുറന്നിട്ടില്ല. സാർമാർക്കെതിരെ ഇങ്ങനെ പ്രവണതയാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ പരിപാടികൾ ഏറ്റെടുക്കാനായിട്ട് മുന്നോട്ട് സാർമാർ വരില്ല. അപ്പോൾ പരിപാടികൾ ഉണ്ടാവില്ല. പ്രിൻസിപ്പളോടും ഒട്ടുമിക്കവരോടും ഇതിനു വേണ്ടി ഇപ്പോൾ ഓണം, അതുപോലെ തന്നെ നമുക്ക് ഈ അടുത്ത് നടത്തിയ ഒരു പരിപാടിയും അതുപോലെ നമ്മൾ ചോദിച്ചു, അവർ സാങ്ഷൻ തന്നില്ല. അവർ ഫുട്ബോൾ ടൂർണമെന്റിന് പോലും തന്നില്ല സാങ്ഷൻ. അതായത് കോളേജിൽ വരിക പോവുക, ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ ഒരു പരിപാടിക്കും സാങ്ഷൻ തരുന്നില്ല. കാരണം ഇതൊരു ആദ്യത്തെ 3 ദിവസത്തെ അന്വേഷണത്തിലും FIR-ലും പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നാച്ചുറൽ ആക്സിഡന്റ് ആണ്. അത് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് ഈ ഒരു രീതിയിലേക്കാണ് വന്ന് ഭവിച്ചേക്കുന്നത്. അതേസമയം അപകടവുമായി ബന്ധപ്പെട്ട കേസിൽ അന്നത്തെ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പ്രതി ചേർത്ത പോലീസ് നടപടിയിലും വിദ്യാർത്ഥികൾക്ക് എതിർപ്പുണ്ട്. മുൻ പ്രിൻസിപ്പലിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് തിരികെ കൊണ്ടുവരണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. 4 പേരുടെ മരണത്തിനിടയാക്കിയ കുസാറ്റ് ദുരന്തം നടന്നിട്ട് 1.5 വർഷം പിന്നിടുകയാണ്. ദക്ഷിണി എന്ന ടെക്നിക്കൽ കലോത്സവമാണ് ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ അവസാനമായി അരങ്ങേറിയത്. ഈ കലാലയത്തിന്റെ കലാരവം തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യത്തിലാണ് വിദ്യാർത്ഥികൾ. ടിബിൻ ടോമിനൊപ്പം ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം, കൊച്ചി.